ഗ്രേസ് ഇതിലേക്ക് ഇന്നാവുന്നത് എങ്ങനെയായിരുന്നു? അമീർ ഖാൻ എന്നെ വിളിക്കുന്നത്. അങ്ങനെയാണ് ഞാൻ ഇതിലേക്ക് ഇന്നാവുന്നത്. വിളിക്കുന്നു, കഥ കേൾക്കുന്നു. കഥ കേട്ടപ്പോൾ എന്നോട് ആദ്യമൊക്കെ പറഞ്ഞത് എനിക്കിത് പറഞ്ഞെങ്ങനെ ഫലിപ്പിക്കണം എന്ന് എനിക്ക് അറിയില്ല, ഇങ്ങനെയൊക്കെയാണെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ ഓക്കെ, അപ്പം ഇതിൽ എൻ്റെ ക്യാരക്ടർ എന്താന്ന് വെച്ചാൽ പറഞ്ഞു. ഇതിനകത്ത് അങ്ങനെ എൻ്റെ ക്യാരക്ടറും പറഞ്ഞു. പക്ഷെ എനിക്ക് എൻ്റെ ക്യാരക്ടറിനേക്കാളും എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടതും കേട്ടപ്പോൾ ഈ ക്യാരക്ടർ എന്താ ചെയ്യാൻ പോണത് അങ്ങനത്തെ ക്യൂരിയോസിറ്റി തോന്നിയതും സുരാജേട്ടൻ്റെ ക്യാരക്ടറാണ്. കാരണം അത്ര ഇൻട്രസ്റ്റിംഗ് ആണ് ബിനു എന്ന് പറഞ്ഞ ക്യാരക്ടർ. അപ്പോൾ ഈ പരിപാടിയുടെ ഒരു ഭാഗമാവണമല്ലോ എന്നുള്ള രീതിയിലാണ് പിന്നെ എനിക്ക് സ്ക്രിപ്റ്റ് തന്നപ്പോൾ ഞാൻ അത് ഫുള്ള് വായിച്ചു നോക്കിയപ്പോൾ പരിപാടി കളറാണ്. ഇതിലെന്തൊക്കെയോ ഒരു സംഭവം ഉണ്ട്. ഇത് വന്നു കഴിഞ്ഞാൽ എന്തായാലും ആൾക്കാർക്ക് കൺവിൻസിങ് ആവുന്ന, നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കുറേ എലമെന്റ്സ് ഉള്ള ഒരു പരിപാടിയാണ്. ഇതിന്റെ ഭാഗമാവണം എന്നുള്ളൊരു തോന്നലിൽ തന്നെയാണ് ഇതിലേക്ക് ഉണ്ടാവുന്നത്. അല്ല, ഗ്രേസ് ഇതിനു മുമ്പ് ചെയ്ത കഥാപാത്രങ്ങൾ നമ്മൾ വെബ് സീരീസ് ഒക്കെ കണ്ടു കഴിയുമ്പോൾ വ്യത്യസ്തമായ കഥാപാത്രങ്ങൾ ചെയ്ത ഒരു വ്യക്തിയാണ്. അതെ, ഓരോ ക്യാരക്ടറിനും ഓരോ ഇന്റൻഷൻ ഉണ്ടല്ലോ. ഇതിലെ ഇന്റൻഷൻ ഞാൻ ഇതുവരെ മുന്നേ പ്ലേ ചെയ്തിട്ടില്ല. ഇതിന്റെ ഇന്റൻഷൻ വേറെ. കഥാപാത്രത്തിന്റെ ലുക്കിലുള്ള ഒരു പ്രത്യേകതയല്ല, നമുക്ക് ഓരോരുത്തർക്കും ഓരോ ലക്ഷ്യങ്ങൾ ഉണ്ടാവുമല്ലോ. നമ്മൾ പ്ലേ ചെയ്യുന്ന ഓരോ ക്യാരക്ടറിനും ഓരോ എവിടെയോ തുടങ്ങുന്നു, എവിടെയോ അവസാനിക്കുന്നു. അതിൻ്റെ ഒരു തുടക്കവും ഒടുക്കവും നമ്മൾ ഒരിക്കലും പ്ലേ ചെയ്യാത്തൊരു പരിപാടിയാണെങ്കിൽ അതിലെന്തൊക്കെയോ ഒരു മിസ്റ്ററി നമുക്ക് കൊണ്ടുവരാൻ പറ്റും. അതായിരിക്കും നാളെ ഒരു പ്രേക്ഷകൻ വന്നിട്ട് നിങ്ങൾ ആ ചെയ്ത ക്യാരക്ടർ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് അതെനിക്ക് ഈ ഇതിൽ കിട്ടിയിട്ടുണ്ട്. അത് അങ്ങനെ ഉണ്ടാകുമ്പോഴാണ് പ്രേക്ഷകർ വീണ്ടും വീണ്ടും നമ്മൾ തിരിച്ചറിയും. വേറെ കഥാപാത്രത്തിന്റെ പേര് വെച്ച് വിളിക്കുമ്പോഴാണ് നമുക്ക് ഗ്രേസ് കഥാപാത്രം കണ്ടിട്ട് ഇന്നായി, ഇനി ഓഡിയൻസ് ഇന്നായാൽ മതി. ഇഡിയിലേക്ക് ഇഡി അല്ലെങ്കിൽ ഇന്നാണല്ലോ ജീവിതത്തിൽ. ഈ പേര് കേട്ടപ്പോ ലിസ്റ്റിന് ഈ പേരായിരുന്നു തുടക്കത്തിൽ. ലിസ്റ്റ് വന്നപ്പോഴാണ് ഇഡി വന്നത്. ആദ്യം ഈ പേരായിരുന്നു, പിന്നെ ഒന്ന് മാറ്റി. ലിസ്റ്റ് പറഞ്ഞു എന്തുകൊണ്ട് ഇഡി മതി. പിന്നെ മൂപ്പര് പറഞ്ഞു ഇത് മതി. അപ്പോഴാണ് അവിടെ ഇറങ്ങിയത്. വന്നു കഴിഞ്ഞ മൂപ്പർക്ക് ചെറിയൊരു ദേഷ്യം ഉണ്ടായിരുന്നു. പിന്നെ പോസ്റ്ററിലും കൂടി ഒന്ന് വെച്ചേക്കാം, ഒഫീഷ്യലാക്കി. അത് കറക്റ്റ് തന്നെയാണ്. ലിസ്റ്റിന്റെ ജീവിതത്തിൽ ഇഡിയുമായിട്ട് നല്ല ബന്ധങ്ങളാണുള്ളത്. നല്ല കണക്ട് ചെയ്ത് പോകുന്ന ആളാണ് ഇഡിയുമായിട്ട്, അല്ലേ? അപ്പൊ ഈ പേരും അതിനോട് ചേർത്ത് വെക്കുന്നത് നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നത്. ഈ ഇഡിയും ആ ഇഡിയും തമ്മിൽ വ്യത്യാസമുണ്ട്. ഈ ഇഡി അതായത് ഈ ഇഡി കറക്റ്റായിട്ട് ഇട്ടില്ലെങ്കിൽ മറ്റേ ഇടിന്ന് ഇടി ശരിക്കും ഇത് എക്സ്ട്രാ ഡീസന്റ് ഇടിയാ, അല്ലേ? അതെ. നേരത്തെ സുരാജേട്ടൻ പറഞ്ഞല്ലേ, ആദ്യം പ്രൊഡ്യൂസ് ചെയ്യാന്ന് പറഞ്ഞു, പിന്നീട് സന്തോഷേട്ടൻ കഥ കണ്ടിട്ട് ലിസ്റ്റിനെ കഥ കേൾപ്പിക്കുന്നു, ലിസ്റ്റിന് ഇന്നാകുന്നു, ഞാനും കൂടി ചെയ്യാമെന്ന് തോന്നുന്നു. ലിസ്റ്റിന് ഈ എല്ലാ ആക്ടറുമായിട്ട് ഇപ്പോൾ ചേരുവാണ്. ചാക്കോച്ചനുമായിട്ട് ഇപ്പോൾ ചേർന്നു, അല്ലേ? ചാക്കോച്ചനുമായിട്ട് പ്രൊഡക്ഷൻ നടക്കുന്നു, പൃഥ്വിരാജുമായിട്ട് ചെയ്തു, സുരാജുമായിട്ട് ചെയ്യുന്നു. ഇങ്ങനെ ഈ ആക്ടേഴ്സുമായിട്ട് ചേരുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഗുണം എന്തായിരിക്കും? അല്ല, അങ്ങനെയല്ല. ഗുണത്തിനേക്കാൾ കൂടുതൽ നമ്മളിപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സന്തോഷം. ഇപ്പം ഇത് സുരാജിൻ്റെ അടുത്ത് വന്ന പ്രോജക്റ്റാണല്ലോ. ഇപ്പം ഞാൻ എൻ്റെ അടുത്ത് അല്ല ഇത് ആദ്യം വന്നത്. സുരാജേൻ്റെ അടുത്ത് വന്നൊരു പ്രോജക്റ്റ്, പുള്ളിക്കൊരു കംഫർട്ട്, പുള്ളിക്ക് ആദ്യമായിട്ട് പ്രൊഡക്ഷൻ ചെയ്യുന്ന ഒരാളാണ്. അപ്പം അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴാണ് ഇത് നമ്മളിലേക്കൂടെ പിവിൻ വന്നത്. അതൊരു കംഫർട്ട് സോൺ ഉണ്ടല്ലോ. അപ്പോൾ ഞാനുമായിട്ട് നല്ല റിലേഷൻ ഉള്ളത് കൊണ്ടിട്ടാണല്ലോ. നേരെ മറിച്ച് ഇപ്പം ഞാനുമായിട്ട് പുള്ളി ഒരു ഉടക്കിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഉറപ്പായിട്ടും ഞങ്ങൾ തമ്മിലുള്ള ഒരു ആ കോമ്പിനേഷൻ ഉണ്ടാവത്തുള്ളൂ. ഇത് കഴിഞ്ഞിട്ട് ഇനി ഒരു ഉടക്കുണ്ട്. ഇനി ഇത് കഴിഞ്ഞിട്ട് അയ്യോ 20-ാം തീയതി കഴിഞ്ഞിട്ട് നടക്കാൻ പോകുന്നുണ്ട്. അല്ല, അതെ. അപ്പൊ അത് തന്നെയാണ്. അപ്പൊ എന്താന്ന് വെച്ചാൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നത്. അതെ, ഞാൻ പറഞ്ഞത് ഇപ്പൊ എല്ലാവരുമായിട്ട് ഇപ്പൊ കൈകോർത്ത് പോകുന്ന ഒരു കാലഘട്ടത്തിലുള്ള പോകുന്നത്. ഞാൻ പറഞ്ഞു ചാക്കോച്ചനായിട്ട് ഇപ്പൊ പടം ചെയ്യുന്നു. അതെ, പറഞ്ഞത് ഒരു ബന്ധങ്ങൾ വെച്ച് തന്നെയാണ് പോകുന്നത്. തീർച്ചയായിട്ടും. ഇപ്പൊ ചാക്കോച്ചനാണെങ്കിലും ഞാൻ കൊണ്ടു കൊടുത്ത ഒരു പ്രോജക്റ്റ് അല്ല ആക്ച്വലി. അത് ചാക്കോച്ചൻ എന്നോട് ഇങ്ങനെ ഒരു പരിപാടി ഉണ്ടെന്ന് ഇപ്പം പറയും. അങ്ങനെയാണ് അതിന്റെ കഥ ഈവൻ കേൾക്കുന്നത്. നല്ലതൊക്കെ ആദ്യം അവരിലേക്ക് എത്തിയിട്ട് പിന്നെ മനസ്സിലാവും. അപ്പം നമ്മളത് ഒരു കംഫർട്ട് സോൺ ആയതുകൊണ്ടിട്ടാണല്ലോ. മനസ്സിലായി. ഇപ്പം ഈ ഡയറക്ടറിന്റെ ഫസ്റ്റ് പടം നിർമ്മിക്കേണ്ടത് ഞാനാണ് ആക്ച്വലി. അപ്പൊ സുരാജേട്ടൻ ചെയ്ത ആൻഡ്രോയിഡ് കുഞ്ഞപ്പൻ, അന്ന് സുരാജേട്ടൻ അല്ല ആ ക്യാരക്ടർ ചെയ്യുന്നത്. ശരിക്കും അതിന്റെ ടൈറ്റിൽ ഒന്നും അതല്ല. ഞാനാണ് ആ പ്രോജക്റ്റ് ഇന്നായി. അങ്ങനെ ഇപ്പം ചില കാരണങ്ങൾ കൊണ്ടിട്ട് അത് നടന്നില്ല. പിന്നെ അതിന്റെ മൊത്തം ഇതായി മാറി. പിന്നെ സുരാജേട്ടനായി, പ്രൊഡ്യൂസർ വേറെയായി, ആർട്ടിസ്റ്റുകൾ വേറെയായി, അങ്ങനെയുള്ള സംഭവിച്ചിട്ടുണ്ട്. പക്ഷെ ഇതിപ്പം നമ്മളിലേക്ക് വീണ്ടും വന്നു അതേ ഡയറക്ടറിനോടൊപ്പം വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ഈ സിനിമകൾ ഒക്കെ എടുത്തു കൂട്ടുന്നു, അന്യഭാഷാ സിനിമകൾ എടുക്കുന്നു, തിയേറ്ററുകൾ എടുക്കുന്നു. വലിയൊരു ബിസിനസ്മാനായി തന്നെ താങ്കൾ മാറി. ലിസ്റ്റിൻ എന്നൊരു ആൾ പാലായിൽ നിന്നും കൊച്ചിയിലേക്ക് വണ്ടി കയറി വന്നിട്ട് ഇത്രയും ചെറുപ്രായത്തിൽ തന്നെ
വലിയൊരു വളർച്ചയാണ്. നമ്മൾക്ക് അഭിമാനിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. പിന്നെ ചായക്കട ഇട്ടുകൊണ്ട് നടന്നിരുന്ന ആള് കോർപ്പറേറ്റ് ലെവലിലേക്ക് മാറുമല്ലേ? തീർച്ചയായിട്ടും ആ കാലഘട്ടമാണല്ലോ ഇപ്പോൾ എല്ലാം നടക്കുന്നത്. പക്ഷേ ഞാൻ പറഞ്ഞു വന്നത് അത്തരമൊരു വളർച്ചയാണ് ലിസ്റ്റിൻ്റെ. ഇപ്പം അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ്, ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട്. ലോകോത്തര ബ്രാൻഡുകൾ, ഒറിജിനൽ പ്രോഡക്ട്സ്, വൈഡ് റേഞ്ച്. മൈജി ഫ്യൂച്ചർ.